സോഷ്യൽ മീഡിയയിലെ ഉള്ളടക്കങ്ങളെ കൈപ്പിടിയിലാക്കാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കേന്ദ്രം കടക്കുകയാണ്. അതിനായിട്ടൊരു പുതിയ ചട്ടം കൂടിയിട്ട് നിലവിലുള്ള ചട്ടം ഭേദഗതി വരുത്തിയിട്ട് കൊണ്ടുവന്ന് ഈ മാസം 20-ാം തീയതിയോട് അത് പ്രാബല്യത്തിൽ വരികയാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു ഉള്ളടക്കം അത് നിയമവിരുദ്ധമാണെന്ന് സർക്കാരോ കോടതിയോ കണ്ടെത്തിക്കഴിഞ്ഞാൽ അല്ല അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിക്കഴിഞ്ഞാൽ 3 മണിക്കൂറിനകം അത് ബന്ധപ്പെട്ട പ്ലാറ്റ്ഫോം നീക്കം ചെയ്യണം. മുമ്പ് ആ പോസ്റ്റ് ഇടുന്ന ആൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉള്ളടക്കത്തിൻ്റെ സൃഷ്ടിക്കുന്ന ആൾ മാത്രമാണ് കുറ്റക്കാരനായിരുന്നെങ്കിൽ ഇനി മുതൽ ആ ഉള്ളടക്കം പബ്ലിഷ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിന് കൂടിയിട്ട് ഇതിന് മറുപടി പറയേണ്ടി വരും. അവർക്കെതിരെ കൂടി കേസ് എടുക്കും എന്നാണ് ഇതിൽ പറയുന്നത്. മറ്റൊന്ന് ഇതിൻ്റെ അകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം AI വഴി ചിത്രീകരിക്കുന്ന വീഡിയോ, ഓഡിയോ അല്ലെങ്കിൽ ചിത്രങ്ങളടക്കം ഇതിൻ്റെ പരിധിയിൽ വരും. വ്യത്യസ്ത സമയങ്ങളായിരുന്നു. നേരത്തെ 36 മണിക്കൂറായിരുന്നു ഇത്തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാനായി നൽകിയിരുന്ന സമയം. അതാണിപ്പോൾ 3 മണിക്കൂറാക്കിയ. അതേപോലെ തന്നെ മറ്റ് കൂടുതൽ നിബന്ധനകൾ കൂടിയിട്ട് ഇതിൻ്റെ അകത്ത് കേന്ദ്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അശ്ലീലത, ആൾമാറാട്ടം, കുട്ടികൾക്കെതിരെയുള്ള വിഷയങ്ങൾ ഇതൊക്കെ മുൻനിർത്തിയിട്ടുള്ള നീക്കം ആണ് എന്നാണ് കേന്ദ്രം ഇതിനെ വിശദീകരിക്കുന്നത്. പക്ഷേ അത് അങ്ങനെ അല്ല എന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. അജിംസ്, ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ മുൻനിർത്തിയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അഭിപ്രായങ്ങളല്ല ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ കൂടിയിട്ട് ഇത് ഉപകരിക്കില്ലേ? ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യം മണ്ണാങ്കട്ടയൊന്നുമല്ല. ഈ അശ്ലീലത, കുട്ടി പോണോഗ്രഫി, ചൈൽഡ് പോണോഗ്രഫി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സെൻസർഷിപ്പ് റെജീം ഉണ്ടാക്കിയാണ് രാജ്യത്ത്. കാരണം എന്ന് വെച്ചാൽ മാധ്യമങ്ങളെ ഏറെക്കുറെ വരുതിയിലായി കഴിഞ്ഞു. സർക്കാരിൻ്റെ വരുതിയിലായിട്ട് 10 വർഷമായി. അവർ സാഷ്ടാംഗം കമിഴ്ന്ന് കിടക്കുകയാണ് മാധ്യമങ്ങൾ. അത് പത്രങ്ങളാവട്ടെ, ടെലിവിഷൻ ചാനലുകളാവട്ടെ. പിന്നെയുള്ള ആകെ ഒരു ഡിസെൻറ്റ് വോയിസ് ഉയരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ്. ഇപ്പോഴാകട്ടെ 2024 തെരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ വോളിയം കുറച്ച് കൂടിയിട്ടുണ്ട്. വോളിയം തീവ്രതയും കൂടിയിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിയാൽ അറിയാം. സർക്കാർ അനുകൂലമായി ഈ BJP IT സെല്ലിൻ്റെ ഒരു സാധനം അല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫീഡിൽ വരുന്നത് കാണുന്നത് ഇതല്ല. IT സെല്ലിൻ്റെ ഒരു സാധനം ഇപ്പോൾ കാണുന്നില്ല. IT സെല്ലിന് ശമ്പളം കൊടുക്കാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ കാണുന്നത് മുഴുവൻ ഡിസെൻറ്റ് വോയിസ് ആണ്. മോദിയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന, മോദി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ, ഫാഷിസ്റ്റ് പ്രവണതയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന. എന്തിന് ഞാൻ പറയുന്നു, ഏറ്റവും മുകളിലെ മുഹമ്മദ് ദീപക് ആ ഇൻസിഡൻറ്റ് പോലും നോക്കുക. ആർക്കാണ് സപ്പോർട്ട് കൂടുതൽ? ഈ വിഷം വമിപ്പിക്കുന്ന ആളുകളില്ല എന്നല്ല, അയാളെ ജിഹാദി എന്ന് വിളിക്കുന്ന ആൾക്കാരില്ല എന്നല്ല, സപ്പോർട്ട് കൂടുതൽ എവിടെയാണെന്ന് നമ്മൾ നോക്കിയത്. കമൻറ്റ് സെക്ഷൻ നോക്കുക, ലൈക്സ് നോക്കുക, ഇത് മുഴുവൻ ദീപക്കിനൊപ്പമാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ഒരു ഭയത്തിൻ്റെ സെൻറ്റിമെൻറ്റ്സ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഭയത്തിൻ്റെ അന്തരീക്ഷം മാറി വരുന്നു. സോഷ്യൽ മീഡിയ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? അത് അത്തരം കണ്ടൻറ്റ് നീക്കം ചെയ്യണം. ഇവിടെ വിഷം മാത്രം മതി, ഇവിടെ വർഗീയത മാത്രം പ്രചരിച്ചാൽ മതി. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള IT സെല്ല് ചെയ്യുന്ന സാധനങ്ങൾ അതിനുവേണ്ടിയുള്ള അൽഗോരിതം സെറ്റ് ചെയ്ത് വയ്ക്കുക, അത് മാത്രം ഇവിടെ കാണിച്ചാൽ മതി എന്ന് ഭരണകൂടം തീരുമാനിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ വന്ദേ മാതരം എല്ലാവരും ചൊല്ലണം. ആ സാധനം നിങ്ങൾ എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ അതൊരു വിമർശനമായിട്ടില്ല, അത് ആളുകൾ ഇഗ്നോർ ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? സർക്കാർ ഒരു ഇതിറക്കി, ഇൻഡാസ് ഇറക്കി. വന്ദേമാതരം ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് ചെയ്യണം, വന്ദേമാതരം ദേശീയഗാനം പോലെ തന്നെ ചൊല്ലണം, അതിന് ഇന്ന കാര്യങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞിട്ട് ഇൻഡാസ് ഇറക്കി. അത് സോഷ്യൽ മീഡിയയിൽ ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല, ഇഗ്നോർ ചെയ്യുകയാണ്. ആൾക്കറിയാം എന്തിനാണ് വേണ്ടിയാണ് കൊണ്ടുവരുന്നത്, ബംഗാൾ ഇലക്ഷന് വേണ്ടിയാണെന്ന് ആൾക്കറിയാം. പക്ഷേ ആളുകൾ കുറേ കൂടി ക്രിയേറ്റീവായിട്ട്, കുറേ കൂടി പ്രൊആക്റ്റീവായി ഭരണകൂട വിമർശനം നടത്തുന്ന ഒരു ഇടമായി ഇപ്പോൾ സോഷ്യൽ മീഡിയ മാറിയിട്ടുണ്ട്. ആ മാറ്റം നമുക്ക് ദൃശ്യമാണ്, വിസിബിളാണ്. അവിടെയാണ് സർക്കാർ എന്ത് പറയുന്നത്, 3 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ പറയുന്ന, സർക്കാർ പറയുമ്പോൾ ഒരു കണ്ടൻറ്റ് എടുത്ത് കാണണം പ്ലാറ്റ്ഫോമുകൾ എന്ന് വെച്ചാൽ എന്താണത്? ഡയറക്റ്റ് സെൻസറിങ് ആണ്. അടിയന്തരാവസ്ഥയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് ആ സെൻസറിങ് ആണ്. കോടതി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വതന്ത്ര സ്ഥാപനങ്ങൾ പറഞ്ഞ് ചൂണ്ടിക്കാട്ടിയിട്ടോ അത് വസ്തുതാവിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ദേശവിരുദ്ധമാണെന്നോ ഇനി അങ്ങനെയും പറയാം, അല്ലെങ്കിൽ ഒഫീഷ്യൽ സീക്രസി ആക്ട് ഭേദിക്കുന്നതാണ്, ഇങ്ങനെ എന്തിനും കണ്ടെത്തിയിട്ടല്ല. സർക്കാർ പറയുകയാണ്, ഒരു ലിസ്റ്റ് അങ്ങ് കൊടുക്കുകയാണ്, എടുത്തു കളയുക. 28,000 വെബ്സൈറ്റുകളാണ് ഈ റൂൾ വന്നതിന് ശേഷം, ഇപ്പോൾ ഈ റൂൾ അമെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ റൂൾ വന്നതിന് ശേഷം ഇന്ത്യയിൽ നിന്ന് എടുത്തു കളഞ്ഞു. അത്ര URLകളേ ഇല്ല, വെബ്സൈറ്റുകളല്ല ഞാൻ പറയുന്നത്, URLകൾ എടുത്തു കളഞ്ഞു. കണ്ടൻറ്റ് നീക്കം ചെയ്തു 28,000. അതായത് സർക്കാരിന് അഹിതകരമായ എല്ലാ കണ്ടൻറ്റും എടുത്തു കളയാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമാണെന്നൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല, അതെവിടെയെങ്കിലും ട്രയൽ ചെയ്തിട്ടില്ല, എവിടെയെങ്കിലും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. സർക്കാരിന് ഇഷ്ടമല്ല, എടുത്ത് കളഞ്ഞേക്കുക. അപ്പോൾ ഇതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതായത് അന്തരീക്ഷം മാറി വരുന്നു ഇന്ത്യയിൽ മൊത്തത്തിൽ. ആ അന്തരീക്ഷം മാറി വരുന്നത് ഇവരെ ഭയപ്പെടുത്തുന്നു. അപ്പോൾ വീണ്ടും ആ പഴയ ഭയത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഇതിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇത് വേണം, ഇത്തരം കണ്ടൻറ്റുകൾ എടുത്തു കളയണം, അവരുടെ കണ്ടന്റുകൾ മാത്രം നിലനിൽക്കണം. അങ്ങനെ ആഗ്രഹിക്കുകയാണ് ഭരണകൂടം. അത് എത്രമാത്രം ഭരണഘടനാദത്തമാണ്, നിയമപരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഭരണഘടന നിയമമൊന്നുമില്ല. റൂൾ എന്ന് പറഞ്ഞ് എന്തും അടിച്ചേൽപ്പിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ കോടതിയിൽ തന്നെ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ് നിഷാദ്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു ദേശാഭിമാനി, നോക്കിയ അടക്കമുള്ള അവരുടെ മാധ്യമങ്ങളുടെ ഇൻസ്റ്റാ ഐഡികൾ അപ്രത്യക്ഷമായത് കണ്ടിരുന്നു. അതോടൊപ്പമൊക്കെ കൂട്ടി വായിക്കാൻ കഴിയുന്നതാണ് ഇപ്പം വരുന്ന പുതിയ നിബന്ധനകൾ എന്ന് തന്നെ വിചാരിക്കണം. കാരണം നേരത്തെ പറഞ്ഞ പോലെ സമീപകാലത്തെ ഏറ്റവും വലിയ ക്രൈസിസിനെ മോദി അഡ്മിനിസ്ട്രേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം മോദിയുടെ രാജ്യരക്ഷാ
ഫിഗറും മോദിയുടെ വിദേശത്തേക്ക് വളരുന്ന ഇന്ത്യയുടെ വൈഭവം, ഇത് രണ്ടും പൊള്ളയായ സംഗതികളാണെന്ന് മനസ്സിലാക്കപ്പെടുന്ന സന്ദർഭത്തിൽ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട എന്തുമാത്രം സംഗതികളാണെന്നറിയോ നിരന്തരമായി ഇൻസ്റ്റഗ്രാമിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം മീമുകൾ പലതും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് കൂടി വന്നു തുടങ്ങിയിട്ടുണ്ട്. അത്ര നല്ല കാര്യമായിരിക്കില്ല ഉണ്ടാക്കുക, നല്ല ഗുണമായിരിക്കില്ല ഉണ്ടാക്കുന്ന അവർ മനസ്സിലാക്കുന്നു. അപ്പോൾ അവരതൊക്കെ എടുത്തുകളയാൻ ശ്രമിക്കുകയാണ്. പണ്ട് 36 മണിക്കൂർ സമയമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളൊരു കാര്യത്തിൽ ഒരു പ്രശ്നം ഉന്നയിച്ചാൽ നമ്മുടെ ഭാഗം ശരിയാണോ ഇല്ലെന്ന് സ്ഥാപിക്കാനുള്ള സമയം കൊണ്ടായിരുന്നു. ഇപ്പോൾ ആ സമയമൊന്നും വേണ്ട. സർക്കാരാണ് ഡിസൈഡിങ് ഏജൻസി. പണ്ട് കോടതിക്കായിരുന്നു കുറച്ചൊരു വാല്യൂ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സർക്കാർ പറയും എടുത്തു കളയാൻ പറഞ്ഞാൽ എടുത്തു കളയണം എന്നാണ് വ്യവസ്ഥ. മുൻപും ഇവിടെ ഇപ്പോൾ സർക്കാരിന് അനുകൂലമായിട്ടുള്ള സംഗതികൾ ശരിയാണ്, സർക്കാരിനെതിരായിട്ടുള്ള സംഗതികൾ അങ്ങനെ കൊടുക്കാൻ കഴിയുന്ന സ്വതന്ത്രമായൊരു സംവിധാനം സത്യത്തിൽ ഇവിടെ ഇല്ല. മെറ്റ എന്ന് പറയുന്ന കമ്പനി ഏറ്റവും കൂടുതൽ കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ മോദി സർക്കാരുമായി ബന്ധപ്പെട്ടാണ് എന്ന് നമുക്കറിയാം. അവർ പറയുന്ന ആൾക്കാരെ നിയമിക്കുക, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കുക എന്ന പണി ഓൾറെഡി മെറ്റ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. മെറ്റയിൽ ഇപ്പോൾ BJP നേതാക്കൾക്ക് വെറുപ്പ് പറയുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഒരു തടസ്സവുമില്ല. വാട്സാപ്പ് വഴി വെറുപ്പ് പ്രചരിപ്പിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഒരു തടസ്സവുമില്ല. ഇന്ത്യയാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മിസ്ഇൻഫർമേഷൻ ഒഴുകിപ്പരക്കുന്ന സ്ഥലം എന്ന് ലോകത്തെ എല്ലാ ഏജൻസികളും പറയുന്നു. ഓരോ വർഷവും പുറത്തു വരുന്ന NGO റിപ്പോർട്ട്സ് എല്ലാം പറയുന്നു. എന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മൊത്തം നന്നാക്കി കളയാമെന്ന് മെറ്റയ്ക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ 3 മണിക്കൂർ സമയം സർക്കാർ കൊടുത്തിരിക്കുന്നു. ആ 3 മണിക്കൂർ കൊണ്ട് ഏതെങ്കിലും യോഗി ആദിത്യനാഥിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും BJPയുടെ വിഷ നേതാവിൻ്റെയോ ഹെയ്റ്റ് സ്പീച്ച് എടുത്ത് കളയണം എന്ന് സർക്കാർ ആവശ്യപ്പെടുമോ? ഇല്ലല്ലോ. ഗവൺമെൻറ്റിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന സംഗതികൾ ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായി എടുത്തു കളയുക എന്ന ഉദ്ദേശത്തോടെ ഒരു സംഗതി കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങേറ്റം അപകടകരമാണ്. കാരണം വെച്ചാൽ ആരും ഇനി മിണ്ടാൻ തയ്യാറാവത്തില്ല. ഇപ്പം ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉള്ള ഒരു പേജ്, അത് 1-2 കണ്ടൻറ്റ് സർക്കാരിനെതിരെ വന്നുപോയി എന്നതിൽ ചിലപ്പോൾ ആ പേജ് മുഴുവൻ എടുത്ത് കളയും. ആ പേജ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ആ പേജിൽ നിൽക്കുന്നത് അവരുടെ ബിസിനസ് സംരംഭമായിരിക്കാം, മാധ്യമ സംരംഭമായിരിക്കാം, റവന്യൂ ഉള്ള പ്ലാറ്റ്ഫോം ആയിരിക്കാം. അപ്പോൾ ഗവൺമെൻറ്റിനെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? ഗവൺമെൻറ്റിനെതിരായിട്ട് വല്ലതും പറഞ്ഞു പോയാൽ നമ്മുടെ പ്ലാറ്റ്ഫോം പോകും, നമ്മുടെ ഈ പേജ് പോകും, അക്കൗണ്ട് പോകുമെന്ന് ഭയപ്പാടിൽ ആൾക്കാരൊന്നും പറയാതിരിക്കും. സർക്കാരിനറിയാം ആ ഭയപ്പാടിന് ബഹുഭൂരിപക്ഷം ആൾക്കാരും വഴങ്ങുമെന്ന് സർക്കാർ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും നിലയ്ക്ക് പോണോഗ്രഫി തടയാൻ, ചൈൽഡ് പോണോഗ്രഫി എന്നൊക്കെ പറഞ്ഞ പുതിയ കാര്യമാണോ? അല്ലല്ലോ. എക്സ് എന്ന് പറയുന്ന സംഗതി വിഷം നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. അത് എപ്പോഴും നിയന്ത്രിക്കാൻ അവർക്ക് തോന്നിയിട്ടുണ്ടോ? അപ്പോൾ ഇതിപ്പോൾ ഒരു സവിശേഷമായ സന്ദർഭമാണ്. ഗവൺമെൻറ് ചില കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ്. അതിനെ മറികടക്കാനാണ് അതിവേഗത്തിൽ ഇങ്ങനത്തെ ഈ വന്ദേ മാതരവും അല്ലെങ്കിൽ ഈ പറയുന്ന 3 മണിക്കൂർ നിയന്ത്രണമൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ജനാധിപത്യ രാജ്യം എന്ന നിലയ്ക്ക് നമുക്കുണ്ടായിരുന്ന നമ്മുടെ കോൺസെപ്റ്റ്, നമ്മുടെ ആശയത്തെ എല്ലാ അർത്ഥത്തിലും അടിയിൽ നിന്ന് വലിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, ഈ ചട്ടങ്ങൾ മുൻനിർത്തി BJP ജനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് എതിർ ശബ്ദങ്ങളെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് 20-ാം തീയതി മുതൽ നമുക്കറിയാം.